മുംബൈയിൽ കണ്ടെത്തിയത് XE വകഭേദമല്ലെന്ന് സ്ഥിരീകരിച്ചു. ജീനോം സീക്വൻസിംഗിലാണ് ഇക്കാര്യം വ്യക്തമായത്. ജോയ് നായർ ചേരുന്നു. ജോയ്, കൂടുതൽ പടരാൻ സാധ്യതയുള്ള വൈറസ് വകഭേദമായിരുന്നു, വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അത് XE അല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, കോവിഡിന്റെ പുതിയ XE വകഭേദം ആണ് മുംബൈ സ്വദേശികൾ കണ്ടെത്തിയതെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പൊതുവായി വരുന്ന വെളിപ്പെടുത്തലനുസരിച്ച് XE വകഭേദമല്ല എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും രോഗിയുടെ സാമ്പിളുകൾ നടത്തിയ ജിനോമിക് പരിശോധനയിലാണ് XE വകഭേദമല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ യുവതിക്ക് ബാധിച്ചത് BA.2 വകഭേദത്തെക്കാൾ 10% കൂടുതൽ വേഗത്തിൽ പകരാൻ സാധ്യതയുള്ള XE വകഭേദമെന്നായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനായിരുന്നു ഇത്തരമൊരു റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത്. പിന്നീടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവർ ഇത് XE രോഗബാധയല്ല എന്നുള്ളൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. എന്തായാലും 380 സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആണ് ഒരാൾക്ക് രോഗബാധ ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ ആ ആശങ്ക ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇത്തരമൊരു വകഭേദം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും മറ്റ് രോഗങ്ങളൊന്നും ഇവർക്കില്ലാത്തതിനാൽ ഇവരുടെ ആരോഗ്യ കാര്യത്തിൽ ആശങ്ക ആവശ്യമില്ലെന്നും ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇവർ ഇന്ത്യയിലെത്തിയത്. അന്ന് തന്നെ കോവിഡിന്റെ പരിശോധന നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ഫലം പുറത്തു വന്നതായി വിവരങ്ങൾ പുറത്തുവരികയും ഈ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ഇംഗ്ലണ്ടിലാണ് ഈ വകഭേദം ആദ്യം കണ്ടെത്തിയത്. ഒമിക്രോണിനേക്കാൾ 10% വ്യാപനശേഷിയുള്ളതാണ് XE വകഭേദം. എന്തായാലും ഇപ്പോൾ ഈ ആശങ്ക മാറുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ശരി, നന്ദി ജോയ്. സംസ്ഥാനത്ത് ഇന്ന് 361 പേർക്ക് കോവിഡ്. 18,040 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. ഇന്ന് പുതിയ കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 29 മരണവും രേഖകൾ വൈകിയതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാത്ത 3 മരണവും പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. തൃശൂർ മേയർക്കെതിരെ പോലീസ് കേസെടുത്തു. കൌൺസിലർമാരുടെ ദേഹത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ സംഭവത്തിലാണ് നടപടി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിനാണ് കേസ്. ഡ്രൈവർ ലോറൻസിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇന്നലെയാണ് തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. അത് പരിഹരിക്കപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. കൌൺസിലർമാർക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റിയ സംഭവത്തിലാണ് തൃശൂർ മേയർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഡ്രൈവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. സിജോ വീണ്ടും ചേരുന്നു. സിജോ, തുടരാമോ? ധന്യ, ഇന്നലെയായിരുന്നു കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിനിടെ സംഘർഷമുണ്ടായത്. ഈ തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം വരുന്നത് പൈപ്പ് വെള്ളത്തിൽ ചെളിവെള്ളമാണ് വരുന്നത്. ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഈ കൌൺസിൽ യോഗം തടസ്സപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഈ കോർപ്പറേഷൻ മേയറെ ഇവർ വാഹനം തടഞ്ഞിരുന്നു. അതിനുശേഷം ഈ വാഹനം നിർബന്ധപൂർവ്വം ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് കയറ്റാൻ മേയർ ആവശ്യപ്പെട്ടുവെന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ടൗൺ ഈസ്റ്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ലോറൻസിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി സിജു. കണ്ണൂരിൽ ചെങ്കൊടിയേറ്റം. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്ര വയലാർ ഗ്രാമങ്ങളെ, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. രൂപീകരണത്തിന് ശേഷമുള്ള വലിയ പ്രതിസന്ധിയാണ് CPM നേരിടുന്നതെന്ന് CPM സംഘടനാ റിപ്പോർട്ട്. ത്രിപുരയിലും ബംഗാളിലും പ്രതിസന്ധി രൂക്ഷമാണ്. രാഷ്ട്രീയ സഖ്യം വേണ്ടെങ്കിലും BJPക്കെതിരെ പാർലമെന്റിൽ കോൺഗ്രസിനൊപ്പം യോജിക്കാം. പാർട്ടി അംഗത്വത്തിനുള്ള യോഗ്യത കർശനമാക്കാനും CPM സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. 1964 പാർട്ടി രൂപീകരണത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന വിലയിരുത്തലാണ് CPM സംഘടനാ റിപ്പോർട്ടിൽ.
കേരളത്തിന് പുറമെ ബംഗാളും ത്രിപുരയുമായിരുന്നു പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇതിൽ ബംഗാളിലും ത്രിപുരയിലും പ്രവർത്തകർ ഒലിച്ചുപോകുന്ന സ്ഥിതിയാണ്. തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ അടിമുടി മാറ്റം വരുത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ത്രിപുരയിൽ BJPയുടെ വളർച്ച തിരിച്ചറിയാൻ നേതൃത്വം വൈകി. BJPയുടെ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രം ജനങ്ങൾക്കിടയിൽ വലിയ വേരോട്ടമുണ്ടാക്കി. അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. കൊൽക്കത്ത പ്ലീനത്തിലെ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും നടപ്പാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം വേണ്ടെങ്കിലും പാർലമെന്റിൽ കേന്ദ്രത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാമെന്ന നിർദ്ദേശവും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. യോഗ്യതയുള്ളവർ പാർട്ടി അംഗങ്ങളാകുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും CPM റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. അംഗത്വം പുതുക്കുമ്പോൾ അംഗത്വത്തിന് വേണ്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ബ്രാഞ്ചുകൾ ശക്തിപ്പെടുത്തണം. 6 മാസം ഇതിന് സമയപരിധി നിശ്ചയിക്കണം. അടുത്ത വർഷം പാർട്ടി അംഗത്വം നൽകുമ്പോൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പരിഗണന നൽകണം. യുവാക്കളായ പൂർണ്ണസമയ പ്രവർത്തകരെ കണ്ടെത്തണം. ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന നിർദ്ദേശവും CPMന്റെ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. VV അരുൺ, ന്യൂസ് 18 കണ്ണൂർ. സിൽവർ ലൈൻ വിഷയത്തിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതിയായ നഷ്ടപരിഹാരം നൽകി സിൽവർ ലൈൻ പാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടി കോൺഗ്രസിന്റെ ആദ്യ ദിവസം തന്നെ സിൽവർ ലൈൻ ചർച്ചയാക്കിയതിനൊപ്പം കണ്ണൂരിലെ സമ്മേളന വേദിയിലെങ്കും സിൽവർ ലൈൻ മുഖ്യ വിഷയമാണ്. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ആമുഖമായി തന്നെ സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ വിവാദ വിഷയമായി സിൽവർ ലൈൻ പദ്ധതി വികസന മുദ്രയായിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയത്. We are also trying our best to implement the semi-high-speed rail system, making possible travel from the southernmost district to the northernmost district in Kerala in a time span of 4 hours by making all efforts to get to the approval from the central government. പദ്ധതിക്കെതിരായ സമരങ്ങൾ പരാമർശിച്ച മുഖ്യമന്ത്രി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മതിയായ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. Government believes in developing infrastructure while doing justice by ensuring fair compensation to people who have to move out of their homes. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് CPM ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിൽ വ്യക്തത വരാനിരിക്കുന്നതിനിടെയാണ് വികസന നേട്ടമായി തന്നെ പദ്ധതി മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ ആദ്യ ദിനം തന്നെ കേരളയിൽ ചർച്ചയായതിനൊപ്പം പാർട്ടിയുടെ പ്രചരണ ബോർഡുകളിലെല്ലാം സിൽവർ ലൈൻ പദ്ധതി ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ CPMന്റെ തീവ്ര വലതുപക്ഷവൽക്കരണത്തിന്റെ തെളിവാണ് കോർപ്പറേറ്റ് താൽപര്യമുള്ള കേരയിൽ പദ്ധതി എന്നതാണ് വിമർശകരുടെ വാദം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ ദേശീയ തലത്തിൽ തന്നെ എതിർക്കുന്ന CPM നേതൃത്വം കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിയെ എങ്ങനെ ന്യായീകരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും മനു ബാലകൃഷ്ണൊപ്പം TG സജിത്, ന്യൂസ് 8. സിൽവർ ലൈൻ വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച VD സതീശൻ. പോലീസ് ജീപ്പിന് ഡീസൽ അടിക്കാൻ കാശില്ലാത്ത സർക്കാരാണ് 2.5 ലക്ഷം കോടിയുടെ പദ്ധതിയുമായി വരുന്നത്. പിണറായി മോദിയുടെ ആരാധകനായി മാറിയെന്നും VD സതീശൻ ആരോപിച്ചു. V മുരളീധരൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പദ്ധതിക്ക് അനുമതിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ ഡീസൽ അടിക്കാൻ പണമില്ലാത്തതുകൊണ്ട് പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നു DGP എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കടം മേടിച്ചോളാൻ. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിന്റെ ജീപ്പിൽ ഡീസൽ അടിക്കാൻ കാശില്ലാത്ത സർക്കാരാണ്. 2 ലക്ഷം കോടി രൂപ. വിദേശത്തൊക്കെ പോയി വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ട V മുരളീധരൻ കേരളത്തിൽ ഇറങ്ങി ഓരോ വീട്ടിലും പോയി അയ്യോ ഇത് എന്ന് പറയേണ്ട ആവശ്യമില്ല. നേരെ ഡൽഹിയിൽ കയറി, നല്ല ചൂട് സമയമാണ് ഇവിടെ, നേരെ അവിടെ പോയി പറഞ്ഞ് ഇതൊന്ന് ഈ പദ്ധതിക്ക് അംഗീകാരം തരില്ല എന്നൊന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ചാൽ മതി. അത്തരം സമരാഭാസങ്ങളല്ല UDF നടത്തുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടിയാലും UDF ഈ സമരത്തിൽ നിന്ന് പിന്മാറും. UDF സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിൽക്കും. BJPയെ പരാജയപ്പെടുത്താൻ വിശാല മതേതര ബദലിന് ആഹ്വാനം ചെയ്ത് പാർട്ടി കോൺഗ്രസിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തീരുമാനിക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തിയതോടെയാണ് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. CPI ജനറൽ സെക്രട്ടറി D രാജ പാർട്ടി കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്തു. BJPയെ പരാജയപ്പെടുത്താൻ സാധ്യമായ എല്ലാ വഴികളും തേടണമെന്ന് പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രം BJPയെ പരാജയപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കഴിയില്ല. CPMഉം മറ്റു ഇടതു പാർട്ടികളും ശക്തിപ്പെടണം. ഒപ്പം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളുടെയും യോജിപ്പുണ്ടാകണമെന്നും സീതാറാം യെച്ചൂരി
It is essential that the BJP has to be isolated and defeated, but it will have to be undertaken by conducting sustained efforts in the political, ideological and cultural social spheres. RSSനെ പരാജയപ്പെടുത്താൻ പുരോഗമന മതേതര ശക്തികളുടെ കൂട്ടായ്മയ്ക്കൊപ്പം ഇടതു പാർട്ടികളുടെ തത്വാധിഷ്ഠിതമായ ഏകീകരണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയായിരുന്നു ഡി രാജയുടെ അഭിവാദ്യ പ്രസംഗം. It is the left alone that can ideologically challenge and defeat the RSS, providing an alternative. We should provide an alternative. നേരത്തെ നയനാർ അക്കാദമിയിലെ പ്രതിനിധി സമ്മേളന നഗരിയിൽ എസ് രാമേന്ദ്രൻ പിള്ള പാർട്ടി പതാക ഉയർത്തി. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയങ്ങളും അടവ് നയങ്ങളും അതുതന്നെയാകും പാർട്ടി കോൺഗ്രസിലെ പ്രധാന ചർച്ച. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി നടത്തിയ പരാമർശങ്ങൾ. സമ്മേളനവേദിയിൽ നിന്നും അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18. ബിജെപിയാണ് മുഖ്യ ശത്രുവെന്ന സിപിഎം നിലപാടിൽ അഭിമാനമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിപിഎം ഗുണ്ടായിസത്തെ നേരിടാൻ ബിജെപിക്ക് കഴിയും. സിപിഎമ്മിന്റെ ജനവിരുദ്ധ നിലപാടുകളെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയില്ല. പിബിയിൽ ദളിത് നേതാവിനെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ സീതാറാം യെച്ചൂരി പറയുന്ന ന്യായങ്ങൾ അപഹാസ്യമാണ്. സിപിഎമ്മിന്റെ സ്ത്രീപക്ഷ നിലപാട് ശബരിമല സിൽവർ ലൈൻ വിഷയങ്ങളിൽ കണ്ടതാണെന്നും വി മുരളീധരൻ വിമർശിച്ചു. മാഷിന്റെ മനസ്സിലെന്ത്? കോൺഗ്രസിനെ കൈവിട്ട് കെ വി തോമസ് പാർട്ടി കോൺഗ്രസ് സെമിനാറിന് എത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കെ വി തോമസ് നാളെ നിലപാട് വ്യക്തമാക്കും. കെ വി തോമസ് സെമിനാറിന് എത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സിപിഎം നേതാക്കൾ. എന്നാൽ പാർട്ടി തീരുമാനത്തിൽ കെ വി തോമസ് ഉറച്ചു നിൽക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും തള്ളി സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ കെ വി തോമസ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇന്നും മനസ്സ് തുറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നാളെ 11 മണിക്ക് കൊച്ചിയിൽ വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് കെ വി തോമസിന്റെ തീരുമാനം. പാർട്ടി നോക്കിയല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് അറിവുള്ളതിനാലാണ് സെമിനാറിന് ക്ഷണിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കെ വി തോമസ് സെമിനാറിനെത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സിപിഎം നേതാക്കൾ. ലോകപ്രശസ്തനായ ശശി തരൂരിനെയും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസിനെയും ഞങ്ങൾ ക്ഷണിച്ചത്. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും വളരെ പ്രതീക്ഷയാണ് പാർട്ടിയിൽ അർപ്പിക്കുന്നത്. അതിനനുസരിച്ച് ഇനി പലരും വരും, ഒഴുക്ക് തന്നെ ഉണ്ടാകും ബഹുജനങ്ങൾ. പാർട്ടിയെടുത്ത തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. കേരളത്തിലെ പാർട്ടിയോ ദേശീയ തലത്തിൽ പാർട്ടിയോ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം അതിൽ നിൽക്കുകയുള്ളൂ. അദ്ദേഹം കോൺഗ്രസിന് ദോഷകരമായ ഒരു കാര്യവും ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സിപിഎമ്മിന്റെ പ്രണയ തട്ടിപ്പിൽ കെ വി തോമസ് കുടുങ്ങരുതെന്ന് ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. പ്രണയം അഭിനയിച്ച് അടുത്തുകൂടി രക്തം ഊറ്റി കുടിച്ച ശേഷം വലിച്ചെറിയുന്ന രക്തരാക്ഷസനാണ് സിപിഎമ്മെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വാർത്തകളിലേക്ക്. അട്ടപ്പാടിയിൽ ആദിവാസി വിദ്യാർത്ഥിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കിണറ്റുകര ആദിവാസി ഊരിലെ സഞ്ജുവാണ് മരിച്ചത്. മാതാപിതാക്കളോടൊപ്പം കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയതിനിടെയാണ് അപകടമുണ്ടായത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ദുഃഖകരമായ വാർത്തയാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. ധന്യ, ഇന്ന് വൈകിട്ട് 5:00 കൂടിയാണ് ഈ സംഭവം. കടുകുമണ്ണ വനമേഖലയിൽ ഇവർ തേൻ ശേഖരിക്കാൻ പോയതായിരുന്നു. സഞ്ജുവും അച്ഛൻ പൊന്നനും അതോടൊപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളും ആയിരുന്നു തേൻ ശേഖരിക്കാൻ പോയത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുമ്പോഴാണ് ഈ കാട്ടാന സഞ്ജുവിനെ ആക്രമിക്കുകയും സഞ്ജുവിനെ ചവിട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്.
ഇപ്പോൾ സഞ്ജുവിന്റെ മൃതദേഹം അഗളി ആശുപത്രിയിലേക്ക്, സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ഈ മേഖലയിൽ വനമേഖലയാണ്, അതുകൊണ്ട് തന്നെ ആനശല്യം ഏറെയുള്ള പ്രദേശം കൂടിയാണ്. ശരി, നന്ദി പ്രസാദ്. രാജ്യം അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. മറ്റ് സർക്കാരുകൾ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയത്. ഇതുവരെയുള്ള സർക്കാരുകൾ വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യം വെച്ചത്. കുടുംബാധിപത്യം രാജ്യത്തെ പിന്നോട്ടടിച്ചു. യുവാക്കൾക്കായി ഒന്നും ചെയ്തില്ല. എന്നാൽ BJP നേതൃത്വം നൽകുന്ന ഇരട്ട എഞ്ചിൻ സർക്കാർ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രവർത്തകരെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. देशवासियों को समझाने में भी सफल रही। भाजपा की नेक नियत, नेक इरादों से किए जा रहे कार्य, उसे इसलिए जनता से भरपूर आशीर्वाद मिल रहा है। आज देश में ऐसी सरकार है जिसकी वैचारिक निष्ठा अंत्योदय में है। गरीबों, दलितों, पिछड़ों, महिलाओं के हितों के लिए, उनके उत्थान के लिए ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 14 അംബേദ്കർ ജയന്തി ആഘോഷത്തോടെയാണ് പരിപാടികൾക്ക് സമാപനമാവുക. മൂവാറ്റുപുഴയിലെ ജപ്തി നടപടിക്ക് പിന്നാലെ അർബൻ ബാങ്ക് CEO രാജിവെച്ചു. ജപ്തി നടപടിയിൽ ബാങ്കിന് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജി. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. മൂവാറ്റുപുഴ സ്വദേശി അജേഷിന്റെ വീട് ജപ്തി ചെയ്ത അർബൻ ബാങ്കിന്റെ നടപടി സഹകരണ വകുപ്പിന് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചത്. ഇതേ തുടർന്ന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ ഒരു ഉദ്യോഗസ്ഥൻ താഴിട്ട് പൂട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് അങ്ങനെ താഴിട്ട് പൂട്ടാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ബാങ്ക് CEO ജോസ് കെ പീറ്റർ രാജിവെക്കുകയായിരുന്നു. അർബൻ ബാങ്കിന് 13 ശാഖകളാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ചുമതല വഹിച്ചിരുന്ന CEOയുടെ കാലാവധി തീരാൻ 1 വർഷം ബാക്കി നിൽക്കുകയായിരുന്നു രാജി. അതേസമയം രാജി തികച്ചും വ്യക്തിപരമാണെന്നും നിയമപരമായി തന്നെയാണ് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതെന്നും CEO ജോസ് കെ പീറ്റർ പ്രതികരിച്ചു. രാജി തികച്ചും വ്യക്തിപരമാണ്. ജപ്തി നടപടി നിയമപ്രകാരം പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടം. മഴയെ തുടർന്നുണ്ടായ മിന്നലിൽ തൊടുപുഴയിൽ തെങ്ങിന് തീപിടിച്ചു. കോതമംഗലത്ത് 6 വീടുകൾക്ക് കേടുപാടുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിക്കുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടത്തും മഴയും ശക്തമായ കാറ്റുമുണ്ടായി. കോതമംഗലം കുട്ടമ്പുഴയിൽ 6 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. വീടിന്റെ മേൽക്കൂരകൾ പറന്നുപോയി. ചില വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വൈകുന്നേരമുണ്ടായ ശക്തമായ മിന്നലിൽ തൊടുപുഴ കോലാനി ബൈപ്പാസിലെ പമ്പിനോട് ചേർന്ന സ്ഥലത്തെ തെങ്ങിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തട്ടേക്കാട് കുട്ടമ്പുഴ റൂട്ടിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. കൊച്ചിയിലും കൊല്ലത്തും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. കൊല്ലത്തും നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് നാദാപുരത്ത് തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കല്ലാച്ചി മേഖലയിൽ റോഡിലും വെള്ളം കയറി. കുറ്റ്യാടിയിലും കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. കൂരാച്ചുണ്ട് പൂവത്തും ചോലയിൽ മരങ്ങൾ കടപുഴകി വീണ് 3 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വ്യാപക കൃഷിനാശവുമുണ്ടായി. കൂരാച്ചുണ്ട് ബാലുശ്ശേരി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂരിലെ ആലക്കോട്, ഉദയഗിരി, നടുവിൽ, ചപ്പാരപ്പടവ്, ചെറുപുഴ പഞ്ചായത്തുകളിൽ ശക്തമായ മഴ ലഭിച്ചു. ഇടിമിന്നലോടുകൂടിയാണ് മഴ പെയ്തത്. വേനൽ മഴയിൽ വയനാട്ടിൽ വ്യാപക കൃഷിനാശം.
ഏക്കർ കണക്കിന് വാഴകൃഷിയാണ് നശിച്ചത്. മഴയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് മീറ്റ് അല്പനേരം തടസ്സപ്പെട്ടു. എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. KSEB ചെയർമാനും CPM സർവീസ് സംഘടനയും തമ്മിലുള്ള ഭിന്നത തുറന്ന പോരിലേക്ക്. വിലക്ക് ലംഘിച്ച് സമരം നടത്തിയതിന് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MG സുരേഷ് കുമാറിനെ ചെയർമാൻ സസ്പെൻഡ് ചെയ്തു. സുരേഷ് കുമാറിന്റെ സസ്പെൻഷൻ കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷം ഇടപെടുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുരേഷ് കുമാർ ആരോപിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളുടെ സംരക്ഷകനാണ് എറണാകുളം കുഴിപ്പള്ളി സ്വദേശിയായ മത്സ്യത്തൊഴിലാളി ദേവദാസ്. കടലാമകളുടെ പ്രജനനകാലം ഇദ്ദേഹത്തിന് തിരക്കേറിയ ദിനങ്ങളാണ്. നിരവധി ആമകളെയാണ് മുട്ട വിരിയിച്ച് ദേവദാസ് കടലിലേക്ക് അയക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. തീരത്തെ കുഴികളിൽ മുട്ടയിട്ട് തള്ളയാമകൾ കടലിലേക്ക് മടങ്ങി. തിരിയടിച്ചു പൊട്ടാം, നായ്ക്കൾക്കും കീരികൾക്കും ഭക്ഷണമാവാം. എന്നാൽ ഒന്നുപോലും വിട്ടുകളഞ്ഞില്ല ദേവദാസ്. തീരത്തോട് ചേർത്ത് കുഴിയെടുത്തു, വലയിട്ട് സംരക്ഷിച്ചു. കൃത്യമായ ഇടവേളകളിൽ വെള്ളം മാറി, ഭക്ഷണമായി മീൻപൊടി നൽകി. സ്വന്തം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ 40 നാൾ. ഒടുവിൽ ബക്കറ്റിലെ വെള്ളത്തിൽ തുള്ളിക്കളിച്ച കടലാമകൾ തിരമാലകളിൽ തൊട്ട് കടലിലേക്ക്. കടലാമ സംരക്ഷണത്തിലേക്ക് തിരിഞ്ഞതിന്റെ കാരണം ദേവദാസ് പറയുന്നത് ഇങ്ങനെ: ഈ ഭൂമിക്ക് ഗുണം ചെയ്യുന്നതാണ് ആമ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ സംരക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നി, ഒരാൾ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം, ചിലരത് തട്ടിക്കളയും, എന്നാലും നമ്മളത് നമ്മളെ മെമ്മറിയിൽ പിടിച്ച് പിന്നെ ഇതിനോട് താല്പര്യം തോന്നി. ഇത് വിരിഞ്ഞു പോകുന്ന കാണാൻ തന്നെ ഒരു ഐശ്വര്യം അല്ലേ? ആ ഒരു രീതി അങ്ങനെ തോന്നിച്ചിട്ടാണ് പിന്നെ നമ്മളിത് അങ്ങനെ ചെയ്യാന്ന് വെച്ചത്. ആവാസ വ്യവസ്ഥ കടലിലാണെങ്കിലും മുട്ടയിടാൻ കരയിലേക്കാണ് കടലാമകൾ എത്താറ്. തീരത്ത് മുട്ടയിട്ട് മണൽ കൊണ്ട് മൂടി ആമകൾ കടലിലേക്ക് മടങ്ങും. മനുഷ്യന്റെ ഇടപെടലും മറ്റു ജീവികളുടെ ആക്രമണവും പെരുകിയതോടെ അതീവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിഗണത്തിലാണ് കടലാമയുടെ സ്ഥാനം. ന്യൂസ് 18 കൊച്ചി.